വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കേ പാല ബ്രില്യൻ്റ് ആണ്. പാല ബ്രില്യൻറ്റിൽ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പം നമ്മുടെ മോൾക്ക് MBBS തന്നെയാണ് താല്പര്യം, ചെറുതിൽ തൊട്ടേ പറയാറുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ഓപ്ഷൻ ഇല്ല, അന്ന് പാല തന്നെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. +2ൻ്റെ കൂടെ ഒരു പ്രാവശ്യം എഴുതിയപ്പം കിട്ടിയില്ല, പക്ഷെ അത്യാവശ്യം നല്ല സ്കോർ വന്നായിരുന്നു. അപ്പം ഒരു വർഷം നിന്നാൽ എന്തായാലും കിട്ടും. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, ആ ഒരു നേച്ചറാണ് മോളുടേത്. അപ്പോൾ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്തോളും, ഹാർഡ് വർക്ക് ചെയ്തോളും. അപ്പം നമ്മൾ പാല തന്നെ ഓപ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. +2 കഴിഞ്ഞ് ഒരു വർഷം അവിടെ നിന്ന് പഠിക്കാം. അങ്ങനെ അത് പറയാൻ കാര്യം ഉണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അതായത് ആ മോനോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ പാലയിൽ പഠിച്ച് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കയറി MBBS. അപ്പം അവനായിരുന്നു എൻ്റെ അവനോട് ഞാൻ എല്ലാം ചോദിക്കും. കറക്റ്റായിട്ട് മോനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അവിടെ തന്നെ വിട്ടാൽ മതി എന്ന് എന്നോട് പറഞ്ഞ ആൾക്ക് അതാ താല്പര്യമെങ്കിൽ. അപ്പം ഞാൻ ഒന്നും കൂടെ ഉറപ്പിച്ചു, അവിടുത്തെ റിസൾട്ട് കിട്ടിയൊരു കുട്ടിയാണല്ലോ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മോൾക്ക് പക്ഷേ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്തോ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഉള്ള കോച്ചിങ് സെൻറ്റർ പോയാൽ മതി എന്നായിരുന്നു. കാരണം മാറി നിന്നിട്ടില്ല അങ്ങനെ നമ്മളെ. അപ്പം പക്ഷേ അന്ന് ഞാനൊരു കാര്യം സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു വെച്ചാൽ, ഇതാണ് വേണമെങ്കിൽ നമുക്ക് പാല ബ്രില്യൻ്റ് തന്നെ പറ്റുള്ളൂ മോളെ എന്നാണ് എൻ്റെ ഒരു ഇതിൽ വരുന്നത്. അതുകൊണ്ട് മോളൊരു ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അവൾ വലിയ മനസ്സില്ല, പക്ഷേ ഇത് തന്നെ വേണം താനും. അപ്പം MBBS തന്നെ വേണം. അപ്പം എന്തായാലും ഞങ്ങൾ പോയി അഡ്മിഷൻ എടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ നല്ല ക്ലാസ്സുകളും ഹോസ്റ്റല്. അവർ വളരെ നേരത്തെ തന്നെ ഒരു 3-4 മാസം, എക്സാമിന് ഒരു 3-4 മാസം മുമ്പേ തന്നെ പോർഷൻസ് ഒക്കെ തീർക്കും. പിന്നെ അങ്ങോട്ട് റിവിഷൻസും എക്സാംസ് തന്നെയാണ്. അതായത് നമ്മൾ നീറ്റിന് എങ്ങനെ എഴുതുന്ന അതേപോലെ OMR ഷീറ്റിൽ എല്ലാ ആഴ്ചയും ടെസ്റ്റ് പേപ്പറാണ്. ഇങ്ങനെ 1-2 എനിക്കിപ്പോൾ ഓർമ്മയില്ല, എന്നും ടെസ്റ്റ് പേപ്പറാണ്. അപ്പം പ്രഷർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരായിട്ട് തരുന്ന പ്രഷർ എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം നമ്മളൊരു ക്ലാസ്സിൽ ഇപ്പം ഇരിക്കുമ്പം അത്രയും കുട്ടികളുടെ ഇടയ്ക്ക് നമ്മൾക്ക് മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടൊരു പ്രഷർ ഉണ്ടല്ലോ. അപ്പം പിന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയും. അപ്പം അവർ പക്ഷെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഒരുപാട്, അതായത് ചില ജീനിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അധികം ഇരിക്കേണ്ടി വരില്ലായിരിക്കും. അല്ലാതെ ഒരു സാധാരണ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് വർക്ക് ചെയ്യണം. രാത്രിയൊക്കെ ഇരുന്ന് മോൾ നന്നായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു, എന്നാലേ ഇത് കിട്ടുള്ളൂ. ചില കുട്ടികൾ അന്നേരം മോളുടെ സുഹൃത്ത് ഒരു കുട്ടി അവിടെ വന്ന് ഫ്രണ്ട് ആയത്. അപ്പോൾ കുട്ടി പറഞ്ഞു, നമ്മൾ പാല ബ്രില്യൻ്റ് വന്നു, ഇനി നമുക്ക് കിട്ടുമല്ലോ അല്ലേ എന്ന്. അങ്ങനെ ഒരു ധാരണ ചിലർക്കുണ്ട്, ബ്രില്യൻ്റിൽ എത്തിയാൽ കിട്ടുന്നത്. അങ്ങനെയില്ല. ബ്രില്യൻ്റിൽ എത്രയോ കുട്ടികൾ ജോയിൻ ചെയ്യുന്നു, അവർക്ക് എത്ര പേര് കിട്ടുന്നു. അപ്പം നമ്മളുടെ എങ്ങനെ കഷ്ടപ്പെടുന്നതിനനുസരിച്ചിരിക്കും, പക്ഷെ ഫുൾ സപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. അതായത് ഒരു ടോപ്പിക്ക് അവർ കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഇനി വരാൻ മാക്സിമം ചോദ്യങ്ങൾ അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പ്രിപ്പയർ ചെയ്യിപ്പിച്ച് ലാസ്റ്റിൽ മോഡൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഭയങ്കരമായിട്ടും നല്ല കട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ഒന്ന് ഡൗൺ ആവും. അപ്പോൾ തന്നെ അവർ ഉടൻ തന്നെ പറയും, അങ്ങനെയൊന്നും ഡൗൺ ആവേണ്ട കാര്യമില്ല, ഇതിന് കുറച്ച് ഹൈ ലെവലായിട്ട് എത്രയും വരില്ല എന്ന് പറയും. സത്യമാണ്. അത്രയ്ക്ക് നന്നായിട്ട് അവരെ പ്രിപ്പയർ ചെയ്ത് റെഡിയായിട്ട് അവർ നിൽക്കുന്നത്. ഈ പാല ബ്രില്യൻറ്റിൻ്റെ ശരിക്കും അവരോടൊപ്പം നിന്ന് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഭയങ്കര കോൺഫിഡൻസ് കാണാറുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം വെച്ചാലും പിന്നെ ക്ലാസ്സസ് നല്ല എല്ലാം ഭയങ്കര സപ്പോർട്ടാണ് അവർ. അപ്പം നമ്മൾ കൊറോണ ടൈമിലാണ് അവിടെ ജോയിൻ ചെയ്ത സമയം. അപ്പം അന്നേരം വെച്ചാൽ ഈ കുട്ടികളെ ഒരു 7-8 മാസം ഉള്ളൂ മൊത്തത്തിൽ. ഒരു വർഷവും നിൽക്കേണ്ടി വരും അതിന് മുമ്പ് എക്സാമിന്. അപ്പം കുറച്ചിങ്ങനെ നീണ്ടു പോയി. അപ്പം ഏതാണ്ട് ലോക്ക്ഡൗൺ ഒക്കെ വരും എന്ന് ഉറപ്പായപ്പം ഇവർ അപ്പം തന്നെ കുട്ടികളോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ് ഓൺലൈൻ ആയിരുന്നു. ഓൺലൈൻ വെച്ചാൽ പക്ക എന്ന് വെച്ചാൽ അവർ ഇന്ന സമയം ലോഗിൻ ചെയ്യാൻ പറയും. പിന്നെ എക്സാംസ് മാത്രമേ ഉള്ളൂ. കാര്യം പോർഷൻസ് ഒക്കെ നേരത്തെ കവർ ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിൽ വരും, ഇന്ന സമയത്ത് പൊട്ടിക്കണം, ഇത്ര സമയത്തിനകത്ത് ക്ലോസ് ചെയ്യണം, ആൻസേഴ്സ് സെൻഡ് ചെയ്ത് തരും. അങ്ങനെ പിന്നെ ഉടൻ തന്നെ അതിൻ്റെ റാങ്ക് ഇടും. അപ്പോൾ ഒക്കെ പിന്നെ അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ അവർ ഓൺലൈനായിട്ട് മീറ്റിംഗ് വെക്കും. ഒക്കെ ഭയങ്കര പാരൻസിന് നമുക്കും മീറ്റിംഗ് ഉണ്ട് ഇടയ്ക്കും. അങ്ങനെ കുട്ടികളുടെ പിന്നെ എല്ലാവർക്കും ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും ഓരോ ബാച്ചിന്. അപ്പം അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം. മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ എന്താണ്, അപ്പോൾ അവർ പറയും നമ്മളോട് കുഴപ്പമൊന്നുമില്ല, ഈ മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നല്ലൊരു മാർക്ക് കിട്ടാനുള്ളൊരു സ്കോപ്പ് ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ പ്രോത്സാഹനമായിട്ട് നല്ല മാർക്ക് മേടിക്കുമ്പോൾ അവരുടേതായ എൻകറേജ്മെൻറ്റ് പോലെ അവർ പൈസ കൊടുക്കും കുട്ടികൾക്ക്. നല്ല എത്ര റാങ്ക് വരുന്നവർക്ക് എത്രയോ പേർക്ക് പൈസ കൊടുക്കും. ഓരോ എത്രയോ ഡിവിഷൻ ഉണ്ട് അവിടെ. ഇങ്ങനെ ഒരു ABCD അങ്ങനെ പോകുന്നു കുട്ടികളുടെ. അന്ന് മോള് പഠിക്കുമ്പോൾ തന്നെ 10,000 കുട്ടികൾ എന്തോ ഉണ്ടായിരുന്നു മൊത്തത്തിൽ.
അപ്പം അത് കഴിഞ്ഞ് ഒരു പ്രശ്നം വെച്ചാൽ ഹോസ്റ്റലിൽ കുറച്ച് സ്ട്രിക്റ്റ് എന്ന സെൻസ് അവർ ഫുഡ് അടിപൊളി ഫുഡാണ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ. ഭയങ്കര, അതായത് പഠിക്കേണ്ട കുട്ടികളായതുകൊണ്ട് ചിക്കനും അവർക്ക് എന്താവശ്യം എല്ലാ സാധനങ്ങളും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രിയിലൊക്കെ നല്ല ഹെവി ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ ഹോസ്റ്റലിൽ തന്നെ ഒരു 2-3 ടീച്ചേഴ്സ് കൂടെ ഉണ്ടാവും. പിന്നെ പിന്നെ ഒരു കാര്യം വെച്ചാൽ മൊബൈൽ അവരെ മേടിച്ച് വെക്കും. ആഴ്ച 1-2 ദിവസം കൊണ്ട് മൊബൈൽ കൊടുക്കുകയുള്ളൂ. അപ്പം എൻ്റെ മോള് കയറി ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് കരച്ചിൽ തുടങ്ങി. കാര്യം നമ്മളെ വിളിക്കാൻ പറ്റാത്ത ഭയങ്കര വിഷമം. അങ്ങനെ ഞങ്ങൾ ആ ഒരു വിഷമം കണ്ടപ്പം ആദ്യം 2 ആഴ്ച നോക്കി, പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എല്ലാ ദിവസവും എപ്പോഴും വിഷമമാണ്, വിളിക്കുമ്പോൾ കരച്ചിൽ തന്നെയാണ്. പറ്റുന്നില്ല, ഹോസ്റ്റലിൽ നിന്ന് മാറ്റണം എന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു വീടെടുക്കാൻ തീരുമാനിച്ച് പാലയിൽ തന്നെ. അപ്പം കൂടെ നമ്മൾ ആരെങ്കിലും എൻ്റെ അമ്മയും റെഡിയായിരുന്നു പോയി നിൽക്കാനായിട്ട്. അപ്പം അവിടെ പോയി വീടെടുത്ത് അമ്മയും മോൾ അങ്ങനെ ഒരുപാട് വീടുകൾ അവിടുത്തെ ആൾക്കാരുടെ ഒരു മെയിൻ ബിസിനസ് തന്നെ വീട് ഇങ്ങനെ റെൻറ്റിന് കൊടുക്കാമെന്ന് വെച്ചാൽ. അതായത് പാലാ ബ്രില്യൻറ്റിനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഒരുപാട് വീടുകൾ കെട്ടിയിട്ടിരിക്കുകയാണ് ഇങ്ങനെ റെൻറ്റിന് കൊടുക്കാനായിട്ട്. അവിടെ എല്ലാം ഇങ്ങനെ അമ്മയും മക്കളുമായിട്ടാണ് താമസിക്കുന്നത്. ഹോസ്റ്റൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലല്ലോ, ഓരോ കുട്ടികളുടെ രീതികൾ ഓരോന്നാണ്. അപ്പോൾ നമ്മുടെ കുട്ടീനെ നമുക്കറിയാം. നമ്മളൊരു വീടെടുത്ത് കൂടെ നിന്നാൽ സപ്പോർട്ട് ചെയ്താൽ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു നമുക്ക്. കാരണം അവൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷെ നമുക്ക് പല സ്ഥലത്തുനിന്ന് പല അഭിപ്രായങ്ങളൊക്കെ വരും. എന്താണ് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, എല്ലാ കുട്ടികളും ഹോസ്റ്റലിൽ നിൽക്കില്ലേ, പിന്നെ ഇതിന് മാത്രം എന്തോ പ്രത്യേകത എന്നൊക്കെ പലയിടത്തു നിന്നായിട്ട് വരും. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കുട്ടിയുടെ കാര്യം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ കുട്ടി എന്താണെന്ന് നമുക്കാണ് അറിയുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ കൂടെ നിൽക്കുക. അതൊരു നല്ല കാര്യത്തിനാണ് അത് പോകുന്നത്. അപ്പം അതിനെന്തൊക്കെ സൗകര്യങ്ങൾ നമുക്ക് നമ്മുടെ ലെവലിൽ നിന്ന് ചെയ്യാൻ പറ്റുക അത് ചെയ്തു കൊടുക്കുക. ഒരു അഭിപ്രായം കേൾക്കരുത്. കാരണം അവരോരോ കുട്ടികളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും മാറും, ഈ പറയുന്നവരൊക്കെ മാറും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. പിന്നെ നമ്മൾ കട്ടയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അവർക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ വീടെടുത്തു, താമസിച്ചു. പിന്നെ അതിനുശേഷം അവൾ ഹാപ്പി ആയി. കാരണം നമ്മളെപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാം. എൻ്റെ അമ്മ കൂടെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് നല്ല ഗവൺമെൻറ് കോളേജിൽ കിട്ടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പാലാ ബ്രില്യൻറ്റിനോട് ഒരുപാട് താങ്ക്സ് ആണ്. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോണ കുട്ടികൾക്കും പാരൻസിനോട് ഞാൻ പറയുകയാണ്, ഏറ്റവും നല്ല ഓപ്ഷൻ പാലാ ബ്രില്യൻറ്റ് തന്നെയാണ്. കാര്യം ഇവർ നീറ്റിന് ദിവസം ചെന്ന് ഇറങ്ങുന്ന കോൺഫിഡൻസ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്നവരിൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടാവും, ഇവർ തന്നെ പറയാറുണ്ട്, ഇവർക്ക് ഭയങ്കര കോൺഫിഡൻസ്. എഴുതി ഇവർക്കൊരു OMR ഷീറ്റ് പോലും അവർക്ക് ഫില്ല് ചെയ്യേണ്ട ഒരു രീതികളും കാര്യങ്ങളും ഒന്നിനും ഒരു കൺഫ്യൂഷൻ ഇല്ല. കാര്യം ചെല്ലുമ്പോൾ തൊട്ടേ ഇവരിങ്ങനെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് അവർ പോകുന്നത്. ടെൻഷൻ ഉറപ്പായിട്ടുണ്ടാവും. കാര്യം ക്വസ്റ്റ്യൻ ചെയ്ത ലെവലൊന്നും എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഒരുവിധം വന്നാൽ പോലും അവർക്ക് നന്നായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് ഗ്യാരണ്ടി. പിന്നെ സാറുമാരും അവിടുത്തെ പഠിത്തം ഒക്കെ ഒന്നും പറയാനില്ല. ഭയങ്കര പ്രൊഫഷണലാണ്, ഭയങ്കര ആത്മാർത്ഥതയാണ്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് അവിടുത്തെ എല്ലാ സ്റ്റാഫും. അപ്പോൾ എനിക്ക് പാലാ ബ്രില്യൻറ്റിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി പോകാൻ ഇതുപോലെ കോച്ചിങ്ങിന് പോകാൻ ഉദ്ദേശിക്കുന്നവർ ഫസ്റ്റ് ഓപ്ഷൻ ഒക്കെ പാല തന്നെയായിരിക്കണം കേട്ടോ. പാല ബ്രില്യൻറ്റ് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു